ഫോർത്ത് പ്രൈസിൽ 15,000 ദിർഹമാണ് വിന്നിംഗ് പ്രൈസ്. പക്ഷേ എനിക്ക് ലഭിച്ചിട്ടുള്ളത് വെറും 103 ദിർഹമാണ്. ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ചത്തെ EC6ന്റെ റിസൾട്ട് അനൗൺസ് ചെയ്ത സമയത്ത് അതിനടിയിൽ വന്നിട്ടുള്ള ഒരു കമന്റ് ആണ്, എന്റെ 4 നമ്പർ മാച്ച് ആയിട്ടുണ്ട്, 15,000 ദിർഹമാണ് എനിക്ക് ലഭിക്കേണ്ടത്, പക്ഷേ എനിക്ക് ആകെ 103 ദിർഹമാണ് ലഭിച്ചിട്ടുള്ളത്. എന്താണ് സംഭവം? EC6ന്റെ പ്രൈസ് ഡീറ്റെയിൽസ് വളരെ കൃത്യമായിട്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് EC6ൽ ആകെ 3 നമ്പർ മാച്ച് ആയി കഴിഞ്ഞാലാണ് ഇൻഡിവിജ്വൽ ആയിട്ട് പ്രൈസ് മണി ലഭിക്കുക. 5 ദിർഹമാണ് ഫോർത്ത് പ്രൈസിൽ നിങ്ങൾ വിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുക. അതായത് 3 നമ്പർ മാച്ച് ആയി കഴിഞ്ഞാൽ 5 ദിർഹം നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ലഭിക്കും. അതായത് എത്ര വിന്നർ ഉണ്ടെങ്കിലും അവർക്ക് എല്ലാവർക്കും 5 ദിർഹം ലഭിക്കുന്നതാണ്. പക്ഷേ തേർഡ് പ്രൈസിൽ വിന്നിംഗ് പ്രൈസ് 15,000 ദിർഹമാണ്. പക്ഷെ ആ ഒരു 15,000 ദിർഹം വിൻ ചെയ്യുന്ന എല്ലാവർക്കും ലഭിക്കുന്നില്ല. ഒന്നിലധികം വിന്നേഴ്സ് ഉണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ലഭിക്കുക. ഇദ്ദേഹത്തിന് ഇപ്പൊ 103 ദിർഹം ലഭിച്ചത് കൊണ്ട് തന്നെ ആ ഒരു കാറ്റഗറിയിൽ ഒരു പക്ഷേ 145ഓളം ആൾക്കാർ വിൻ ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ടാണ് അത് ഡിവൈഡ് ചെയ്ത് ഇദ്ദേഹത്തിന് 103 ദിർഹം ലഭിച്ചിട്ടുള്ളത്. EC6ൽ സെക്കൻഡ് പ്രൈസിലും ഇതേ രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടാണ് ലഭിക്കുക. ഫസ്റ്റ് പ്രൈസിലും ഡിവൈഡ് ചെയ്തിട്ടാണ് ലഭിക്കുക. ഒന്നിലധികം വിന്നേഴ്സ് ഉണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് ഡിവൈഡ് ചെയ്യപ്പെടും. റാഫിൾ ഡ്രോയിലാണ് ആ ഒരു പ്രൈസ് ആ വിൻ ചെയ്തിട്ടുള്ള ആൾക്ക് ലഭിക്കുക. അതുകൊണ്ടാണ്, അതായത് ഈ കാറ്റഗറിയിൽ ഇദ്ദേഹം വിൻ ചെയ്തത് ശരിയാണ്, പക്ഷേ 145ഓളം പേര് വിൻ ചെയ്തത് കൊണ്ട് അത് ഡിവൈഡ് ചെയ്ത് ഓരോരുത്തർക്കും 103 ദിർഹം വീതമാണ് EC6 നൽകിയിട്ടുള്ളത്. അപ്പോ രജിസ്ട്രേഷൻ വീഡിയോയിൽ പ്രൈസ് അപ്ഡേഷൻ പറയുന്ന സമയത്ത് കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. അപ്പൊ അത് അറിയാത്ത ഒരാളായിരിക്കാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ വിൻ ചെയ്തിട്ടുള്ള പ്രൈസ് തന്നെയാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ അവർ മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഒരൊറ്റ പ്രൈസ് കാറ്റഗറിയിലാണ് ഇൻഡിവിജ്വൽ ആയിട്ട് പ്രൈസ് ലഭിക്കുക, ബാക്കിയുള്ള പ്രൈസിൽ ഡിവൈഡ് ചെയ്തിട്ടാണ് നൽകുക. ആ കാര്യം മനസ്സിലാക്കുക. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എമറസ്റ്റോയുടെ മെഗാ7 ഫാസ്റ്റ് 5 EC6 ഡ്രോയിൽ എങ്ങനെയാണ് ഓൺലൈൻ ത്രൂ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാന്നുള്ളതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. താല്പര്യമുള്ള ആൾക്കാർക്ക് ആ വീഡിയോ കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ. അടുത്ത വീഡിയോ കാണും വരെ ബൈ.